നമസ്കാരം, എല്ലാവർക്കും ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് 12/3/2022. ഇന്നത്തെ ബിസിനസ് ലൈൻ ആൻഡ് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ അനലൈസിസ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ന്യൂസായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് IRDAയുടെ ചീഫായിട്ട് ദേബശിഷ് പാണ്ഡെ അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നു എന്നതാണ്. ഇത് വളരെ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നത് ബിസിനസ് ലൈനിലാണ്. IRDA എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ റെഗുലേറ്ററാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിൻ്റെ ചെയർമാനായിട്ടാണ് ദേബശിഷ് പാണ്ഡെ അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ദേബശിഷ് പാണ്ഡെ ആരാണെന്ന് കൂടി മനസ്സിലാക്കുക. അദ്ദേഹം ഫോർമർ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. ഫോർമർ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് അദ്ദേഹം. അദ്ദേഹം ജനുവരി 31 വരെ അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മെയ് മുതൽ ഇതിൻ്റെ IRDAയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരും അപ്പോയിൻറ്റഡ് ആയിട്ടില്ല. അത് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 30 പേരോളം അപ്ലൈ ചെയ്തെന്നാണ് ഈ ഫോർമർ IAS ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന കമ്മിറ്റി അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. ഈ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഈ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ന്യൂസ് UPI 123 പേയെ കുറിച്ചുള്ളതാണ്. ബിസിനസ് ലൈനിലാണ് ഈ ന്യൂസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ എടുക്കാനുള്ള കാരണം ഒരേ സമയം നമ്മളെ എക്സാമിനും അതുപോലെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂസാണിത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാം. എന്താണ് UPI 123 പേ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ വീക്കിൽ തന്നെയായിരുന്നു RBI ഫീച്ചേർഡ് ഫോൺസിന് വേണ്ടിയിട്ട് UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ആക്ച്വലി ഞാൻ ഒരു 2-3 ദിവസം മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് UPI ട്രാൻസാക്ഷൻസ് ഇൻ ഫീച്ചേർഡ് ഫോൺസ് എങ്ങനെ ഒരു റെവല്യൂഷണറി ചേഞ്ച് ആയിട്ട് മാറും. അത് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ടൈറ്റിൽ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം. UPI 123 പേ ബിഗിനിങ് ഓഫ് എ റെവല്യൂഷണറി ചേഞ്ച്. അത് ആ രീതിയിൽ തന്നെ ഈ ന്യൂസ് നമുക്ക് വിശകലനം ചെയ്യാം. ഇപ്പോൾ എന്താണ് 123 പേ എന്ന് ആദ്യം മനസ്സിലാക്കുക. 123 പേ എന്ന് ഉദ്ദേശിക്കുന്നത് 3 സ്റ്റെപ്പ് വഴി നമുക്ക് ഏതൊരു ഫീച്ചേർഡ് ഫോൺസിൽ നിന്നും ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. സ്റ്റെപ്പ് 1 കോൾ കരോ, സ്റ്റെപ്പ് 2 ചൂസ് കരോ, സ്റ്റെപ്പ് 3 പേ കരോ. ഇത്രയേ ഉള്ളൂ. കോൾ ചെയ്യുക, ചൂസ് ചെയ്യുക, പേ ചെയ്യുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ 3 സ്റ്റെപ്പ് വഴി നമുക്ക് ഏതൊരു ഫീച്ചേർഡ് ഫോണിൽ നിന്നും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു ഫോണിൽ നിന്ന് നമുക്കൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഇത് എന്തുകൊണ്ടൊരു റെവല്യൂഷണറി ചേഞ്ച് ആയിട്ട് മാറുന്നു എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അപ്പോൾ അതാണ് ഈ ഒരു ന്യൂസ് കംപ്ലീറ്റ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ UPI ട്രാൻസാക്ഷൻ്റെ ഒരു പൊട്ടൻഷ്യൽ തന്നെ വളരെ വലുതാണ്. അതായത് ഇന്ത്യയിൽ ഇതുവരെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നടന്നിട്ടുള്ള ടോട്ടൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 51.54% UPI ട്രാൻസാക്ഷൻ വഴിയാണ് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ഈ UPI ട്രാൻസാക്ഷൻ ഇപ്പോൾ നടക്കുന്നത് കംപ്ലീറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതായത് ബാങ്കുകളുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് വഴിയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകളാണ്, Paytm പോലുള്ളവ. അപ്പോൾ ഈ 51.54% UPI ട്രാൻസാക്ഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ്ലി സ്മാർട്ട് ഫോൺസിൽ നിന്ന് നടന്നിട്ടുള്ള, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള ഫോൺസിൽ നിന്ന് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അതേസമയം വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഏരിയ ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ഫീച്ചേർഡ് ഫോൺ യൂസേഴ്സാണ്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ യൂസേഴ്സിനെക്കാട്ടി അധികമാണ് ഇന്ത്യയിലെ ഫീച്ചേർഡ് ഫോൺ യൂസേഴ്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെമി അർബൻ ആൻഡ് റൂറൽ ഏരിയാസാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ ഡെയിലി ഇൻകം വളരെ കുറവാണ്. അവർക്ക് മന്ത്ലി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ അഫോർഡ് ചെയ്യാനും പറ്റില്ല, അതിനുള്ള ആ ഫെസിലിറ്റി ഉള്ള ഒരു ഫോൺ അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവരെ എങ്ങനെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷനിലേക്ക് കൊണ്ടുവരാം എന്ന ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും ഒരു ചിന്തയാണ് ഈ UPI 123 പേ എന്ന ഒരു പേയ്മെൻറ്റ് ഫെസിലിറ്റിയുടെ ഇൻട്രൊഡക്ഷനിലേക്ക് കാരണമായത്. അപ്പോൾ അതിൽ NPCI ഒരു ടാർഗറ്റ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി ഉള്ള UPI ട്രാൻസാക്ഷൻ അടുത്ത 3-4 വർഷത്തിനുള്ളിൽ
1 ബില്യൺ ഡെയിലി ട്രാൻസാക്ഷനിൽ നമ്പർ 1 ബില്യൺ ഡെയിലി ട്രാൻസാക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് NPCയുടെ ടാർഗറ്റ് തന്നെ. അപ്പം ഈ UPI 123 പേയുടെ ഇൻട്രൊഡക്ഷനോടുകൂടി അതും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് NPC അനുമാനിക്കുന്നത്. ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് അവർ നടത്തിയ റിസർച്ചിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ UPI ട്രാൻസാക്ഷൻ പേഴ്സൺ ടു പേഴ്സൺ നടക്കുന്ന ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 59% ബൈ വോളിയം ആണ് പറയുന്നത്. 59% വോളിയവും ഈ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷൻ, അതായത് 500 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷനാണ്. അതുപോലെ പേഴ്സൺ ടു മർച്ചൻറ്റ്, അതായത് സാധനം വാങ്ങിയിട്ട് നമ്മൾ മർച്ചൻറ്റിന് പേ ചെയ്യുന്നത്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ്റെ 78% 500 രൂപയ്ക്ക് താഴെയുള്ള സ്മോൾ ടിക്കറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പം ഈ റൂറൽ ഏരിയാസിലുള്ള ഫീച്ചേർഡ് യൂസേഴ്സിനും നമ്മൾ ഈ ഫെസിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെവല്യൂഷണറി ചേഞ്ച് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, അത് ഉറപ്പിച്ച് തന്നെയാണ് എല്ലാ എക്സ്പേർട്ടുകളും പറയുന്നത്. അത് ഈ ന്യൂസിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ പല എക്സ്പേർട്ടുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഫീച്ചേർഡ് ഫോൺ യൂസ് ചെയ്യുന്നത് സാധാരണ വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാരാണ്, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരാണ്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപക്ഷെ ഫീച്ചേർഡ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സേഫ്റ്റി കൺസേൺസ് ഉണ്ടാവും. ഇതുവഴിയുള്ള ട്രാൻസാക്ഷൻസ് സേഫ് ആണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ, അങ്ങനെയുള്ള കൺസേൺസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ആ ഒരു അവരുടെ കൺസേൺ സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്കിത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ അവയർനെസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യണം. അപ്പം ഇത് വെറുമൊരു ഇൻട്രൊഡക്ഷൻ കൊണ്ട്, ഒരു ഫീച്ചർ ഇൻട്രൊഡക്ഷൻ കൊണ്ട് നമുക്കൊരിക്കലും ഇത് സക്സസ് ആക്കി എടുക്കാൻ പറ്റില്ല. അതേസമയം ഈ ഒരു ഇന്ത്യ ഒട്ടാകെ ബാങ്കുകൾ മുഖേന അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഖേന എല്ലാ കസ്റ്റമേഴ്സിനും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സസ്, എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര റെവല്യൂഷണറി ചേഞ്ചായിട്ട് മാറുകയും ഇന്ത്യയിലെ UPI ട്രാൻസാക്ഷൻ്റെ പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് എല്ലാ എക്സ്പേർട്ടുകളും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു കംപ്ലീറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാം. ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ വരുത്താൻ പോകുന്ന മാറ്റം എന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് UPI 123 പേ മെൻഷൻ ചെയ്യണം. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക. NPCI എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. NPCIയുടെ ചെയർമാൻ ആരാണ്? ബിശ്വമോഹൻ മൊഹപത്ര. നമുക്കറിയാം, ഇപ്പോൾ റഷ്യ-യുക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു വാർ നടക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു ഫോർകാസ്റ്റ് അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്ര അൺപ്രഡിക്റ്റബിൾ അല്ലായിരുന്നു ഈ ഒരു വാർ എന്ന് പറയുന്നത്. കാരണം ഫെബ്രുവരിയിൽ പുടിൻ യുക്രൈനെ അറ്റാക്ക് ചെയ്തേക്കുന്നൊക്കെയുള്ളൊരു വാർത്ത നേരത്തെ തന്നെ പലരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കണക്കുകൂട്ടി തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചു പോയൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള ഇമ്പാക്റ്റിലാണ്. അതായത് ഗ്ലോബൽ എക്കണോമിയെ എത്രത്തോളം ഇത് ബാധിക്കുമെന്നൊരു കാര്യത്തിൽ ആർക്കും കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വാർ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഒപ്പം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ എക്കണോമിയെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ട് ബാധിക്കും എന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്നൊരു ന്യൂസാണ് ഈ ഒരു ന്യൂസ്. ഈ ന്യൂസിൽ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള MD പാത്ര. MD പാത്രയ്ക്കാണ്, RBIക്ക് 4 ഗവർണേഴ്സ് ഉണ്ട്, അതിലൊരാളാണ് MD പാത്ര. MD പാത്രയുടെ ചുമതല എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയിൽ മെമ്പറായിട്ടുള്ള ഡെപ്യൂട്ടി ഗവർണറാണ് MD പാത്ര. അപ്പോൾ അദ്ദേഹമാണ് ഈ മോണിറ്ററി പോളിസി ഫോർകാസ്റ്റും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, RBI ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റുകളെല്ലാം തന്നെ റിവൈസ് ചെയ്യേണ്ടി വരും, ഒന്നുകൂടി റിവ്യൂ ചെയ്യേണ്ടി വരും. അതിന് കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതെല്ലാം ഈ ഒരു വാറിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് അറിയാതെയാണ്. ഇപ്പോൾ ഈ വാറിൻ്റെ അനന്തരഫലമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുകയും ഡോളറിൻ്റെ വില ഇൻക്രീസ് ചെയ്യുകയും റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനെയും കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൂടി അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ വാറിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് അതും കൂടി അക്കൗണ്ട് ചെയ്ത് പുതിയ ഫോർകാസ്റ്റ് നടത്തേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
RBI ഫെബ്രുവരിയിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, RBIയുടെ ഒരു GDP ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 7.8% ആണ് അടുത്ത വർഷത്തേക്കുള്ളത്. അതായത് ഫിനാൻഷ്യൽ ഇയർ 23ലേക്കുള്ള GDP ഫോർകാസ്റ്റ് 7.8 ആണ്. അപ്പോൾ ഇത് ചിലപ്പം RBI റിവ്യൂ ചെയ്തേക്കാം. എങ്കിലും നിലവിൽ ഇതാണ് 7.8% GDP ഗ്രോ ചെയ്യുമെന്നാണ് RBI ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നോട്ട് ചെയ്യുക. ഒപ്പം RBIയുടെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. ഗവർണർ കൂടാതെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും RBIക്കുണ്ട്. ആ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിൻ്റെ പേരാണ് T. രവിശങ്കർ, M. രാജേശ്വർ റാവു, MT പത്ര, MK ജെയിൻ. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്യാം. ഒപ്പം മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല, കാരണം അത് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. നമുക്ക് വരും വീഡിയോകളിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഇന്ത്യയിലെ UPI ട്രാൻസാക്ഷൻ്റെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കാണ്. ആ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിന് ഇനി മുതൽ ഒരു കസ്റ്റമറെ ആഡ് ചെയ്യാൻ പറ്റില്ല, അത് ബാൻ ചെയ്തിരിക്കുകയാണ് RBI. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും RBI വ്യക്തമാക്കിയിട്ടില്ല. എന്നാലും ഇന്നലെ ഫിനാൻഷ്യൽ സെക്ടറിൽ വന്നിട്ടുള്ള ഒരു മേജർ ന്യൂസാണ് ഈ ഒരു ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് അത് നോട്ട് ചെയ്യണം. അപ്പം ഇതിൽ RBI ഒരു IT ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ബാങ്കിൻ്റെ, ഈ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ IT സിസ്റ്റം കംപ്ലീറ്റ്ലി ഒരു ഓഡിറ്റ് നടത്തണം. അപ്പോൾ അത് ഓഡിറ്റ് നടത്തി അതിൻ്റെ ഒരു റിവ്യൂ സബ്മിറ്റ് ചെയ്ത് അത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി RBI ഒരു കസ്റ്റമർ ആഡ് ചെയ്യാൻ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് പെർമിഷൻ കൊടുക്കൂ. അതുവരെ ഒരു ന്യൂ കസ്റ്റമറിനെ ആഡ് ചെയ്യാൻ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് പറ്റില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സെക്ഷൻ ഉണ്ട് RBIയുടെ. അത് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ ഒരു സെക്ഷൻ 35A നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. അപ്പം ഇത് RBIക്ക് ഒരു പവർ നൽകുന്നുണ്ട്. അതായത് ഏതെങ്കിലും ബാങ്കിങ് കമ്പനി ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും അത് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് മുതലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ബാങ്കിനെതിരെ ആക്ഷൻ എടുക്കാൻ RBIക്ക് അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 35A. മാത്രമല്ല, ഏതെങ്കിലും ഒരു ബാങ്ക് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ചെയ്യപ്പെടുന്നില്ല, അതായത് പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യപ്പെടുന്നില്ല, അത് നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കാനും RBIക്ക് സാധിക്കും. അതിന് RBI എനേബിൾ ചെയ്യുന്ന ഒരു സെക്ഷൻ കൂടിയാണ് സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും നോട്ട് ചെയ്യുക. ഒപ്പം പേടിഎമ്മിൻ്റെ ചെയർമാൻ ആരാണെന്ന് നോട്ട് ചെയ്യുക. ഞാൻ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ചെയർമാൻ അല്ല പറയുന്നത്, പേടിഎം ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് വിജയ് ശേഖർ ശർമ്മ. നോട്ട് ചെയ്യാം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു ന്യൂസ് കൂടി ഈ ന്യൂസിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിനെ. അതായത് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഒരു പേയ്മെൻറ്റ് ബാങ്ക് ആണെങ്കിലും അതിപ്പോൾ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് കൂടിയാണ്. അതായത് ഒരു ബാങ്ക് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് ആവണമെങ്കിൽ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ അതിൻ്റെ പേര് എഴുതി ചേർക്കണം. അപ്പം അങ്ങനെ എഴുതി ചേർക്കപ്പെട്ട ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്കാണ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക്. അതുകൊണ്ട് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് 2021 ഡിസംബർ മുതൽ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് കൂടിയാണ്. ഒപ്പം ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അത് ഒരു പേയ്മെൻറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്ത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് ലൈസൻസ് കിട്ടിയ പ്രവർത്തനം ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് മെയ് 23, 2017 അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2022 മെയ് 23 5 വർഷം ആവുമല്ലോ. അപ്പോൾ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്മാൾ ഫിനാൻസ് ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അവർ എലിജിബിൾ ആണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ ഏകദേശം ഒരു അനിശ്ചിതത്വത്തിലാണ്. കാരണം ഒരു പുതിയ കസ്റ്റമറെ ഒന്നും അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള പ്രശ്നമെന്നൊന്നും RBI ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ റീസെൻ്റ്ലി അതിൻ്റെ KYC ഓഡിറ്റ് നടത്തിയതിൽ KYCയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് മുഴുവനും നോട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കപ്പെടാവുന്നതാണ്. നമുക്ക് എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു ന്യൂസാണ് NSE കോലൊക്കേഷൻ സ്കാമിനെ കുറിച്ച്. ഇപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ന്യൂസ് എല്ലാ ദിവസവും സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് NSE കോലൊക്കേഷൻ സ്കാം എന്താണെന്ന് മുൻ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് NSE കോലൊക്കേഷൻ സ്കാം എന്താണെന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. NSE കോലൊക്കേഷൻ, NSE എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
അപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ 2013 മുതൽ 2016 വരെയുള്ള ചെയർവുമൺ ആയിരുന്നു ചിത്ര രാമകൃഷ്ണ. അപ്പോൾ ചിത്ര രാമകൃഷ്ണ ഇപ്പോൾ CBI കസ്റ്റഡിയിലാണ്. അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് NSE കോലൊക്കേഷൻ സ്കാം ആയിരുന്നു. അപ്പോൾ എന്താണ് കോലൊക്കേഷൻ സ്കാം എന്ന് പറഞ്ഞാൽ NSEയുടെ സെർവർ കോലൊക്കേറ്റ് ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NSEയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഷെയർ വാങ്ങിക്കുകയും വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ പബ്ലിക് ഷെയർ വാങ്ങിക്കുകയും വെക്കുകയും ചെയ്യുന്നത് NSEയുടെ സെർവറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ആധാരമാക്കിയിട്ടാണ്. അതായത് ഒരു ഷെയറിൻ്റെ വില NSEയുടെ സെർവറിൽ നിന്ന് നമുക്ക് റിയൽ ടൈം ആയിട്ട് അതിൻ്റെ വില അറിയാൻ പറ്റും. ആൾക്കാർ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന അനുസരിച്ചാണ് ഓരോ ഷെയറിൻ്റെ വില ചേഞ്ച് ആവുന്നത്. അപ്പോൾ അത് റിയൽ ടൈം ആയിട്ട് എല്ലാവർക്കും ഒരേ സമയം ഒരു വില തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവർ ചെയ്തെന്തെന്ന് പറഞ്ഞാൽ ചില സെലക്റ്റഡ് സ്ഥാപനങ്ങൾക്ക് ഇതിൻ്റെ NSEയുടെ സെർവറിൻ്റെ ഒരു ബാക്ക് എൻഡ് ആക്സസ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ബാക്ക് എൻഡ് ആക്സസ് പ്രൊവൈഡ് ചെയ്താൽ നമുക്കൊക്കെ ജനറൽ പബ്ലിക്കിന് ഇടുന്ന ഫ്രണ്ട് എൻഡ് ആക്സസ് ആണ്. അപ്പോൾ ബാക്ക് എൻഡ് ആക്സസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് എൻഡ് ആക്സസിനെ കാട്ടിയും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും ബാക്ക് എൻഡ് ആക്സസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയറിൻ്റെ വില നമ്മൾ ജനറൽ ഫ്രണ്ട് എൻഡ് ആക്സസ് വഴി ആക്സസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതിനെക്കാട്ടിയും ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ്, ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, ഒരു മൈക്രോ സെക്കൻഡുകൾക്ക് മുമ്പ് തന്നെ ഈ ബാക്ക് എൻഡ് സെർവർ ആക്സസ് ഉള്ളവർക്ക് കിട്ടും. യഥാർത്ഥത്തിൽ ഈ ബാക്ക് എൻഡ് സെർവർ പ്രൊവൈഡ് ചെയ്യുന്നത് NSEയുടെ ഇൻറ്റേർണൽ യൂസേജിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അത് ജനറൽ പബ്ലിക്കിനോ മറ്റു സ്ഥാപനങ്ങൾക്കോ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇവരങ്ങനെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ ഇവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു ഷെയറിൻ്റെ വില ഒരു ഏതാനും മൈക്രോ സെക്കൻഡുകൾക്ക് മുൻപ് തന്നെ മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോൾ അതവർക്ക് എങ്ങനെ മുതലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അതിന് നമ്മൾ അൽഗോരിതം ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ അൽഗോ ട്രേഡ് എന്ന് പറയും. അൽഗോ ട്രേഡ് വഴി നമുക്ക് സോഫ്റ്റ്വെയറിൽ ഷെയർ പെട്ടെന്ന് വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാം. അപ്പം ഈ ചെറിയ ഒരു ടൈം ഗ്യാപ്പ് ആണെങ്കിൽ പോലും വളരെ ഫാസ്റ്റായിട്ട് ട്രേഡ് നടക്കുകയും ഷെയറിൻ്റെ വില മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഈ സ്ഥാപനങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഈ പീരീഡിൽ ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. 2018 ഇതിനെതിരെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എങ്കിലും ഇപ്പോഴാണ് ഇവർ അറസ്റ്റിലാവുന്നത്, CBI കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ അതുമായിട്ട് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവർ NSEയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന സമയത്ത് ഈ ആനന്ദ് സുബ്രഹ്മണ്യൻ, ഹെഡ്ലൈൻ കാണാം, ആനന്ദ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ഹിമാലയൻ യോഗിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവർ അയാളുടെ ഭക്തയാവുകയും അയാൾ പറയുന്ന കണക്കാണ് എല്ലാ ഡിസിഷൻസും NSEയിൽ എടുത്തുകൊണ്ടിരുന്നത്. അത് NSEയിലെ ടോപ്പ് ഒഫീഷ്യൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മുതൽ എല്ലാ ഡിസിഷൻസും ഈ പറഞ്ഞ എൻറ്റിറ്റികൾക്ക് ബാക്ക് ആൻഡ് ആക്സസ് കൊടുക്കുന്നത് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടാണ്. ഇദ്ദേഹം ആരാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇദ്ദേഹം യോഗിയൊന്നുമല്ല, അത് ഇവരെ പറഞ്ഞു പറ്റുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് NSEയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വിക്രം ലിമയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇറങ്ങും. പുതിയ ചെയർമാൻ ആരാണെന്ന് നമുക്ക് വഴിയെ പറയാം. എങ്കിലും പ്രസൻ്റ്ലി ഇപ്പം ഈ സമയത്ത് ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് വിക്രം ലിമയാണ് NSEയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ദിനേഷ് കാര. നോട്ട് ചെയ്യാം, ദിനേഷ് കാര. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റിനെ കുറിച്ചിട്ടാണ്, ഡിജിറ്റൈസേഷൻ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂട്ടുന്നുണ്ട്, അപ്പോൾ ബാങ്കുകൾക്ക് അതനുസരിച്ച് മാറേണ്ടി വരും എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അതിൽ നമുക്ക് കാര്യമായിട്ട് നോട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക, SBIയുടെ ചെയർമാൻ ദിനേഷ് കാരയാണ്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മേജർ IPO ആണ് LICയുടെ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. അപ്പോൾ ഈ ന്യൂസിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഈ വർഷത്തെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് എത്രയാണ്? അതായത് ഫിനാൻഷ്യൽ ഇയർ 2022 ടാർഗറ്റ് എന്ന് പറയുന്നത് 78,000 കോടി രൂപയാണ്. അപ്പം 78,000 കോടി രൂപയിൽ 60,000 കോടി രൂപയോളം LICയുടെ IPO സെല്ല് ചെയ്യുന്നത് വഴി സമാഹരിക്കാനാണ് ഗവൺമെൻറ് പ്ലാൻ. അതായത് ഗവൺമെൻറ് ഷെയർസിൽ ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് LIC എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 5% ഷെയർസ് വിറ്റിട്ടാണ് 60,000 കോടി സമാഹരിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ വലിയൊരു മേജർ ചങ്ക് മീറ്റ് ചെയ്യും ഈ നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റിൻ്റെ. ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബാങ്കിൻ്റെ നമ്മളതിന് പ്രൈവറ്റൈസേഷൻ എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. പക്ഷേ അത് ശരിയായൊരു ടേം അല്ല. കാരണം പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ മേജർ പോർഷൻ ഓഫ് മെജോറിറ്റി ഓഫ് സ്റ്റേക്ക് പ്രൈവറ്റ് പാർട്ടീസിലേക്ക് കൊടുക്കുമ്പോഴാണ് അതിന് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് 50% ഓണർഷിപ്പ് പ്രൈവറ്റ് എൻറ്റിറ്റീസിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോഴാണ് അതിന് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പം
51%, 50%ത്തിൽ കൂടുതലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് ഷെയർ പോർഷൻ ഉള്ളതെങ്കിൽ അത് പ്രൈവറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പോഴും ഗവൺമെൻറ് എൻറ്റിറ്റി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളത്. പ്രൈവറ്റൈസേഷൻ ആണെന്ന് ധരിക്കരുത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഷെയർ ഗവൺമെൻറ് വിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അത് പ്രൈവറ്റൈസേഷൻ ആകുന്നില്ല എല്ലായ്പ്പോഴും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഇലക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഇലക്ഷൻ വന്നിട്ടുണ്ട്. അതിൽ 4 സംസ്ഥാനങ്ങളിൽ BJPക്ക് ഭരണ തുടർച്ച ഉണ്ടായതുകൊണ്ട് മിക്കവാറും അവിടെയെല്ലാം ഇപ്പോഴുള്ള മുഖ്യമന്ത്രിമാർ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ AAP ആണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് എത്താൻ പോകുന്നത് ഭഗവത് മാൻ ആണ്. അപ്പോൾ അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് പഞ്ചാബിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസാണ് ഇതിലുള്ളത്, നോട്ട് ചെയ്യാം. ഇന്നലെ നമ്മുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഡേറ്റ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NSA ആണത് റിലീസ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരിയിൽ 1.3% ആണ് നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തതെന്നാണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗ്രോ ചെയ്തത് എന്നാണ് ഈ ഒരു ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒപ്പം ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് IIP ഡേറ്റ റിലീസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ബിമൽ കുമാർ റോയ് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മളിത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നോട്ട് ചെയ്യാം. ബിമൽ കുമാർ റോയ്, ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഡിസ്കഷൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.